ഒഴിവാക്കരുതിട്ടോ എന്ന് പറഞ്ഞതിനാണ് നാടൻ ഭാഷയിൽ വസിയത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത മരണത്തോട് കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അത് വസിയത്തായിത്തീരുന്നത്. അങ്ങനെയാണ് മനുഷ്യനോട് വാപ്പാനും മാനും നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തേപ്പോ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശങ്ങൾ ഖുർആനിൽ ഇത്ര പ്രാധാന്യത്തോടെ പറയാൻ കാരണം, മിഞ്ഞാന്ന് വാഫി ക്യാമ്പസിൽ, കാളികാവ് വാഫി ക്യാമ്പസിൽ ഇതുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അർഹാം അസംബ്ലി എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളുടെ സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പാരന്റിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഈ സംഭവം പറഞ്ഞത് സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അദ്ദേഹം സുഡാനിയാണ്. ലുക്മാൻ ഹക്കീം സുഡാനിയാണ്. ആള് കറുത്ത വർഗ്ഗക്കാരനാണ്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായമുണ്ട്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ തന്നെ സുഡാനോട് ചേർന്ന പ്രദേശമാണ്. കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളതിൽ തർക്കമില്ല. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല. ലുക്മാൻ ഹക്കീം എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മളെ മനസ്സിലൊരു ചിത്രം വന്നോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. ആ മനുഷ്യന്റെ രൂപം മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞതാണ്. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യനാണ്. ഒരു ദിവസം അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ലുക്മാനെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, എൻ്റെ അടുത്ത് എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. ലുക്മാന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജൊരു കാര്യം ചെയ്തോ, ഈ ഇന്നെ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോ. അയാൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ലുക്മാനെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയിട്ട് വിറ്റു, മരുന്ന് വാങ്ങി. കുറെ കാലം സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായി ജീവിച്ചു. അവസാനം സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി യജമാനന് കൊടുത്ത് മോചനം നേടി. എന്നിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ടൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശത്തിന്റെ പ്രത്യേകത? സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എന്നും വൈകുന്നേരം, എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഉമ്മയോട് ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യം. എന്നോ രാവിലെ പെരേന്നിറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും, ഉമ്മ ഞാൻ പോയി വരട്ടോ, നിങ്ങൾക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, മോനെ കൊമ്പൻ ജാതി കൊണ്ടുവരി, അല്ലെങ്കിൽ ഓരോ ജനാതി കൊണ്ടുവരി, നമ്മളെ നാടൻ ഭാഷ എന്തോ പറയും. ഉമ്മാക്ക് ഇങ്ങനെ പ്രായം കൂടി കൂടി ഇങ്ങനെ വന്നു. അപ്പോഴും ലുക്മാൻ ഈ ചോദ്യം തുടരും, എന്നും ചോദിക്കും. ഉമ്മാക്ക് പ്രായം കൂടിയ സമയത്ത് ഒരു ദിവസം ലുക്മാൻ ചോദിച്ചു, രാവിലെ പോകുമ്പോ ഉമ്മ ഞാൻ പോയി വരാം, ഉമ്മാക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞു, മോനെ അന്ന് വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് സ്വർഗത്തുനിന്ന് ഒരു പൊടി മണ്ണ് കൊണ്ടുവരുന്നുണ്ടോ. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉമ്മ ഇന്ന് ഞാൻ പോണില്ല, കാരണം സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണ്ടേ, ഇന്ന് ഞാൻ പോണില്ല, സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ പോണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ചോട്ടുന്ന് ഒരു പിടി മണ്ണ് ഇങ്ങനെ എടുത്തുങ്ങാണ്ടാണ് കൊടുത്തു. ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത്. അത് നമുക്ക് ഈമാനായിട്ടുണ്ടോ ഇല്ലേ? അത് ഈമാനായിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ സലാമത്താവും. ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനും ഈ ഒരു കാര്യം ഈമാനായ സലാമത്താവും, ഉറപ്പാണ് ആ കാര്യം. കാരണം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഉമ്മാനെ സംതൃപ്തിപ്പെടുത്തുക എന്നത്. ഏത് കള്ളുടിയനെ പരിശോധിച്ചോളി, വ്യഭിചാരിയെ പരിശോധിച്ചോളി, പലിശക്കാരനെ, കൊള്ളക്കാരനെ പരിശോധിച്ചോളി, ഓനും ഓന്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ തെറ്റി സഞ്ചരിക്കണമെങ്കിൽ ഉമ്മയോട് പ്രശ്നമില്ലാതെ നടക്കൂല. കാരണം ഉമ്മാന്റെ കാലിലോട്ടേക്കുള്ള വഴിയാണ് സ്വർഗത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. ആ വഴിയിൽ നിന്ന് തെറ്റാതെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്നൊരു മനുഷ്യൻ തെറ്റൂല. അതുകൊണ്ട് ആദ്യം നന്നാവാൻ കരുതിയോര് ആദ്യം നന്നാവേണ്ടത് ഉമ്മാനോടേറ്റാണ്. വേറെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭാര്യനോട് ഒരാള് ഇജിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞാല് ആ സമയം പോയി. ഉമ്മാനോട് 1000 വട്ടങ്ങൾ ഇന്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഒരിക്കലും മുറിയാത്ത ബന്ധം. അള്ളാഹു നമ്മളെ കയ്യുമ്മ മുറി ഉണ്ടായാല് അത് ഉണങ്ങിയാൽ അതിന്റെ അടയാളം മാഞ്ഞു പോകും. കാലുമ്മ ഉണ്ടായാല് എത്ര വലിയ മുറിയാണെങ്കിലും കുറെ കാലം കഴിയുമ്പോ അതിന്റെ അടയാളം പോകും. എന്നാൽ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മളിലേക്ക് കണക്ഷൻ തന്നിരുന്ന പൊക്കിൽ കൊടി അവിടുന്ന് മുറിച്ചെടുത്തപ്പോഴുള്ള ആ കുഞ്ച് തൂർന്നിട്ടില്ല. മേലെന്ന് താഴത്ത് കളന്നാലും അടിയിന്ന് മേലത്ത് കളന്നാലും സെന്ററിലാണ് പൂക്കളുള്ളത്.
ഒരു മനുഷ്യന്റെ സെന്ററിലാണ് അവന്റെ പൊക്കിൾ നിലകൊള്ളുന്നത്. ഉമ്മയിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല തന്നിരുന്ന കണക്ഷനാണത്. കുയ്യ് തൂർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കണക്ഷൻ മുറിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കുയ്യ് തീരാത്ത അതുകൊണ്ടാണ്, കണക്ഷൻ മുറിയാത്തോണ്ടാണ്. ഇത് നമുക്ക് മനസ്സിലാവണം. ആദ്യം മനസ്സിലാവേണ്ട ഒരു കാര്യം അതാണ്. ബാക്കി എല്ലാം ശരിയായി. മനേറ്റൊരാൾ പ്രശ്നം തീർന്നാല് നഖം മുറിക്കാൻ സമയം കിട്ടാത്തവൻ വരെ ഉമ്മയോട് പ്രശ്നമുള്ളവനാണ്. കുളിക്കാൻ നേരം കിട്ടണില്ല, അവനവന്റെ അമ്മയോട് പ്രശ്നം ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറയുന്ന മാനുഷിക പ്രകൃതം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയോട് അവന് പ്രശ്നമുണ്ട്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ ഉമ്മയോട് പ്രശ്നമില്ലാതെ പോകൂല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനമാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിൽ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുക്കി പറയാം. വാപ്പാനി ഉമ്മാനി നോക്കണോനാണ് മക്കളെ നോക്കാൻ അവകാശമുള്ളത്. നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. എന്തേ കാര്യം? നമ്മളമ്മാനി വാപ്പാനി നമ്മൾ നോക്കിയിട്ടില്ല. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞ ഉപദേശം കേട്ടു എന്ന് മാത്രല്ല, നമ്മളോട് അല്ലാഹു തആല അത് പറയും കൂടി ചെയ്യാണ്. നീഗ്രോ വർഗക്കാരനായ സുഡാനിയായ കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ തന്റെ മകനെ ഉപദേശിച്ചിരുന്നു എന്ന് മാത്രല്ല, ഉപദേശം എന്തൊക്കെയെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എന്തൊക്കെ ഉപദേശങ്ങളാണ്! വലാ തംശി ഫിൽ അർളി മറഹ. സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ കൊടുക്കുകയാണ്. മോനെ, നീ ഭൂമിയിൽ അതിക്രമം കാണിച്ചു നടക്കരുത് മോനെ, അക്രമം കാട്ടി നടക്കരുത്. ഉപദേശം അവിടെ നിൽക്കട്ടെ, ഉപദേശിക്കാനുള്ള യോഗ്യത വാപ്പ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. തൊള്ളോണ്ട് പറയണമെന്നൊന്നുമില്ല, എന്നാലേ യോഗ്യത ഉണ്ടെങ്കിൽ. ഉസ്താദ്മാര് ശിഷ്യന്മാരോട് പലതും പറയുകയൊന്നുമല്ല, പറയേണ്ട ആവശ്യമില്ല, എല്ലാതും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ യോഗ്യത ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വാപ്പാക്ക് യോഗ്യത ഉണ്ടാകണം. ഞമ്മക്കൊരു 3 സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ കൂടപ്പരി ഉണ്ടാകുമ്പോത്തിന് അവിടെ ഇരുന്നാണ്ട് തറവാട്ട് പാർക്കണ വാപ്പാനി ഇമ്മാനി ഇങ്ങനെ കുറ്റം പറഞ്ഞാലേ മക്കളോട് ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കണം. അവനാന്റെ വാപ്പാനിമ്മാനി നോക്കിയാലാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. അതാണ് ലുക്മാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അപ്പൊ ഒന്ന് വാപ്പ, 2 ഉമ്മ. ഒന്ന് വാപ്പ, 2 ഉമ്മ. മൂന്നാമത്തതാണ് കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ. നാലാമത്തതാണ് കുടുംബം എന്ന് പറയുമ്പോൾ ഭർത്താവ്. എന്താ ഭാര്യ? ഇപ്പൊ ഒരുപാട് പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് ആർക്കും അവരവരെ കുറിച്ചറിയേണ്ടതില്ല. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വലിയൊരു പ്രശ്നമാണത്. ഭർത്താക്കന്മാർക്കൊക്കെ അറിയേണ്ടത് ഭാര്യമാര് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം എന്നാണ്. ഭാര്യമാർക്കൊക്കെ അറിയേണ്ടത് ഭർത്താക്കന്മാര് ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്തു തരേണ്ടത് എന്നാണ്. കുടുംബയോഗത്തിനും കുടുംബ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോൾ പുതിയാപ്പിളാരൊക്കെ വന്നിട്ട് പറയും, പെണ്ണുങ്ങളെ പറ്റി നല്ലൊന്ന് പറയുന്നുണ്ട്, നല്ല പെണ്ണുങ്ങളുണ്ട് ഇവിടെ, കൊള്ളായിട്ട് അപ്പുറത്തുണ്ട്, അതുകൊണ്ട് നല്ല പെണ്ണുങ്ങളെ പറ്റി പറയുന്നുണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾക്ക് എങ്ങാനും എന്താ പറയേണ്ടതെന്ന് നമ്മൾ ചോദിക്കാൻ കേൾക്കാനൊരു അവസരം കൊടുത്താൽ ഓല് നിർബന്ധമായിട്ടും പറയും ആണുങ്ങളെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ. അങ്ങനെയാണ്. ആർക്കും അവനാനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ വയസ്സന്മാര് പറയും കുട്ടികളെ പറ്റി പറയുന്നുണ്ടോ എന്ന്, കുട്ടികൾ പറയും വയസ്സന്മാരെ പറ്റി പറയുന്നുണ്ടോ. നിസ്കരിക്കണവര് പറയും കുറച്ച് നിസ്കരിക്കാത്ത ചെക്കന്മാരുണ്ട് ഓലെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ പറയും. നിസ്കരിച്ചാത്തവര് പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാർ ഓലെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ എന്ന്. അങ്ങനെ ആർക്കും അവനാനെ പറ്റി അറിയണ്ട. അത് ഇപ്പത്തെ ഒരു പ്രശ്നമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആർക്കും ഓലെ പറ്റി അറിയണ്ട. നബി തങ്ങളുടെ ഹദറത്തിൽ സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നത്, നബിയെ ഞങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരീന്നാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വരും, എന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ഭർത്താവ് ഭാര്യക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരൂ നബിയേ. أن تطعمها إذا طعمت وأن تكسوها إذا اكتسيت ولا تقبه ولا تضرب الوجه ولا تضرب الوجه. നബി തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഭർത്താക്കന്മാരായ ഞങ്ങൾ ഭാര്യമാർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഭക്ഷിച്ചാൽ നിന്റെ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും വേണ്ട.
ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട. ഇജ്ജിങ്ങനെ വൈകുന്നേരം അസ്രക്കാരം കഴിഞ്ഞിട്ട് പിടി പോയിട്ട് ഇങ്ങനെ പൊറാട്ടയൊക്കെ തിന്ന ഓള് പിന്നെ എന്ത് പിന്നെ മുറുക്കും ചായയും കുടിക്കുക. ഇജ്ജ് തിന്നാണെങ്കിൽ ഓക്കും കൊടുക്കണം. അപ്പത്തന്നെന്നൊന്നുമില്ല, അപ്പത്തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. പാർസലായിട്ട് വാങ്ങിക്കോ, കുറച്ചുകൊണ്ട് കൊടുത്താൽ മതി. അല്ലെങ്കിലോ ഇടക്കോ ഓളയും കുട്ടികളൊക്കെ ഇട്ട് ഒന്ന് പോന്നുകാണ്ട് പേടിയും തിന്നണം, കുഴപ്പമൊന്നുമില്ല. ഇത് തിന്നണമൊക്കെ ഓർക്കും കൊടുക്കണം. അല്ല ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട, കുഴപ്പമൊന്നുമില്ല. എന്നു രാവിലെ ഇങ്ങനെ നല്ല തുണി കുപ്പായൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങണു. വെള്ളത്തുണി വെള്ളക്കുപ്പായൊക്കെ എടുത്തിട്ട് നല്ല ലിനന്റെ തന്നെ നോക്കി വാങ്ങും. 2000, 2500, 3000 ഓക്ക് കീറിയ മാക്സി, അതാണ് നിർത്തിക്കളാൻ. വെടക്ക് സംസാരം നടത്തരുത്. പറയാണ്ടെങ്കിൽ വളരെ മാന്യമായി പറയാം. വെടക്കായ സംസാരം നടത്തരുത്. വെടക്ക് സംസാരം എന്നത് പ്രാദേശികമാണ്. ഓരോ പ്രദേശത്തേക്കും ഓരോന്നായിട്ട് മാറി വരും. ആ പ്രദേശത്തുള്ള മോശപ്പെട്ട സംസാരം ചെയ്യരുത്. വലാ തളിരിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്. അവനാന്റെ പെണ്ണുങ്ങളാന്ന് എഴുതിയിട്ടും മുഖത്തടിക്കാൻ പാടില്ല. പിന്നെയോ കിടപ്പറയിലല്ലാതെ അവരുമായി ഒഴിഞ്ഞു നിൽക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ ആരും അറിയാൻ പാടില്ല. പിന്നെ കിടക്കാൻ ചെല്ലുന്നിടത്ത് മാത്രമേ തിരിച്ചറിയാൻ പാടുള്ളൂ. സ്വഹാബത്ത് നബിയോട്, നബിയെ ഭർത്താക്കന്മാരെന്തൊക്കെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ. സ്വഹാബിയാത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കും, നബിയെ പുരുഷന്മാര് യുദ്ധത്തിന് പോകുന്നു, അവർ യുദ്ധത്തിന്റെ സവാബിനെ കൊണ്ടുപോകുന്നു. അവർ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നു, ജമാഅത്തിന്റെ കൂലിയും അവർ കൊണ്ടുപോകുന്നു. ഞങ്ങളാണെങ്കിൽ അവരുടെ കുട്ടികളെയും നോക്കി വീട്ടിലിരിക്കുകയാണല്ലോ നബിയേ. ഞങ്ങൾക്കും അവർക്ക് നൽകുന്നത് പോലത്തെ കൂലി കിട്ടുമോ നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബിയത്തെ, അവർക്ക് അള്ളാഹു നൽകുന്നത് പോലത്തെ കൂലി അവരുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറേ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് സയ്യിദത്തുന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിട്ട് നബിയോട് ചോദിച്ചതാണ് ഈ ചോദ്യം. വേറൊരിക്കൽ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മു സലമയെ, ഉമ്മു സലമ, ഇദാ ഹമൽതി, നിനക്ക് ഗർഭം ധരിച്ചാൽ. ഉമ്മു സലമ എന്ന് ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പെണ്ണുങ്ങളെ. ഉമ്മു സലമയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഉമ്മു സലമിനോട് പറഞ്ഞു എന്ന് മാത്രം. പെണ്ണുങ്ങളെ, നിങ്ങൾ ഗർഭം ധരിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ത്രീകളെ, നിങ്ങൾ പ്രസവിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടിയാൽ ഓരോ പ്രാവശ്യം മുലയൂട്ടുന്നതിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രയപ്പോ കൂലി? ഓരോ പ്രാവശ്യം, ഒരു പ്രാവശ്യം മുലയൂട്ടുക എന്ന് അങ്ങനെയല്ല പറയുന്നത്, ഓരോ ഈമ്പലിനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മസ് എന്നാണ്, മസ് പറഞ്ഞ ഈമ്പൽ എന്നാണ്. ഓരോ പ്രാവശ്യം കുട്ടി മുല കുടിക്കുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ച കൂലി നൽകും എന്ന്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇടങ്ങാറായിങ്ങാണ്ട് മുലകൊടുക്കരുത്. ഈ പണ്ടോറടക്കാൻ പറഞ്ഞാണ്ട് മുലകൊടുക്കരുത്. ഔദും ബിസ്മിൻ ചൊല്ലിയിട്ട് നല്ല നിയത്തോടു കൂടെ മുലയൂട്ടണം. കാരണം ഓരോ പ്രാവശ്യം മുലയൂട്ടുമ്പോഴും ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ച കൂലിയാ. പിന്നെന്താ, അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാൽ, കൂലി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് വലിയ മടിയാണ്. അതിൽപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ ഭാര്യ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ കുറിച്ചാണ്, ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ കുറിച്ചാണ്. മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഭർത്താവ് അവന്റെ ബാധ്യതകൾ നിർവഹിക്കണം, ഭാര്യ അവളുടെ ബാധ്യതയും നിർവഹിക്കണം. അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. അയ്യുമംറാത്തിൻ മാതത്, ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു, വസൗജുഹാ അൻഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അപ്പോ
എന്താ ഇവിടുന്നല്ലോ പുറത്തുനിന്ന് ഇലക്ഷന്റെ വാക്യ അതായിരിക്കും അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഒന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഉമ്മ, പിന്നത്തത് വാപ്പ, പിന്നെ ഭാര്യ, പിന്നെ ഭർത്താവ്.